സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിനെ അങ്ങ് തിരുക്കുമാണ്ട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പുറമെയുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ശംസിഹായ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷത്തോടെ ഉയർത്തെഴുന്നേറ്റ് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് നിയോഗം വെച്ച് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ജോസ് കാരക്കാട്ട് 10ാം ക്ലാസ്സിൽ 90% കുഞ്ഞുങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതിനും നന്നായി പഠിക്കുന്നതിനും മക്കളുടെ നല്ല ഭാവജീവിതത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലോമിന കണ്ടത്തിപ്പറമ്പിൽ സ്ഥലം വാങ്ങുന്നതിനും ഭവനം പണിയുന്നതിനും ജോലി ലഭിക്കുന്നതിനും സഹോദരൻ ജോർജിന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോൺ മാത്യു ജോബി 2 കുട്ടികൾക്ക് ദൈവവിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൽബിൻ ഫ്രാൻസിസ് തെക്കേക്കര UK ഡ്രൈവിംഗ് പാസ്സാകുന്നതിന് വേണ്ടിയും ശമ്പളം, തൊഴിൽ, നല്ല കാലാവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടിയും കടം വീടുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഗ്രേസി സേവ്യർ അനീഷിൻ്റെ മദ്യപാനം ഹാൻസ് ഉപയോഗത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും അനീഷിൻ്റെ കുടുംബം നന്നായി പോകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഇടപെടൽ ഇതൊക്കെ നീങ്ങി 2 മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണ മേരി റിജി USA ഡോണ ദൈവകൃപകൾ നിറയുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സാംസന് USA ഗ്രീൻ കാർഡ് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയും ഫാമിലി വിസ ലഭിക്കുന്നതിന് വേണ്ടിയും സ്ഥിരമായ ജോലി ലഭിച്ച് PR ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ടോണി തോമസ് കരുവാറ്റ ജീവിത വിശീലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലും ഭക്തിയിലും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കുടുംബത്തിൽ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ സ്ഥലമാറ്റം ലഭിക്കുന്നതിനും ശമ്പള വർധനവ് ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തോമസ് ജോർജ് കല്ലാരിപ്പറമ്പിൽ കരുവാറ്റ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഗോഡ്വിൻ മെൽവിൻ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെബിൻ ജോയിനിക്ക് സന്താനവാക്യം ലഭിക്കുന്നതിന് വേണ്ടിയും ജോലി കിട്ടുന്നതിന് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോജീസ് മാന്നാനം കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ലോൺ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ മകൻ ജെറിൻ രാജ് +2 നന്നായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും BTech നന്നായി വിജയിക്കുന്നതിന് വേണ്ടിയും സച്ചിന് സ്ഥിരം ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സഹോദരി ഷീലയ്ക്ക് കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണം തിരികെ തരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി ഡാനി കൊരട്ടി ഡെറിൻ്റെ വിസ തടസ്സം മാറുന്നതിന് വേണ്ടിയും ഡെറിന് സ്ഥിരം ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി ദേവസ്യാം ചേർത്തല
അമ്മേ മാതാവേ, ഭവനത്തിലും പരിസരത്ത് ഇടജന്തുക്കളുടെ ശല്യം തീർക്കുന്നതിന് വേണ്ടിയും ചിന്നുവിൻ്റെ വിസ ശരിയായി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചിഞ്ചുവിൻ്റെ കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്മോൻ മകൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്കൂളിലെ പ്രശ്നങ്ങളെല്ലാം മാറി ഭർത്താവിന് അസുഖമെല്ലാം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിന്ധുദാസ് പുത്തൻകുറ്റിയിൽ മാവേലിക്കര, മാതാവേ, എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അച്ചുവിനെ ഒരു നല്ല ദൈവ പൈതലാക്കി മാറ്റുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അച്ചുവിൻ്റെ വിദ്യാഭ്യാസ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മേരി ഗ്രേസ് കാട്ടൂർ, തലയുടെ പുറകിലെ മുഴ മാറി സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കുടുംബത്തിനുണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഡോൺ അബ്രഹാം മാത്യു, പഴവീട്ടിൽ, വാടക്കൽ, കുഞ്ഞിൻ്റെ തലയുടെ അസുഖം മാറുന്നതിന് വേണ്ടിയും കാലിൻ്റെ പ്രശ്നം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ ജോസ്, വാടക്കൽ, അഗസ്റ്റിൻ എന്ന മകന് 40 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ഷുഗർ നോർമലാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി വർഗീസ്, സാറ്റാവേലി പറമ്പിൽ, വാടക്കൽ, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാമോദിസ മുങ്ങുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാബുവിൻ്റെ മദ്യപാനം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിസ ശരിയായി കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലഹനൻ, ചങ്ങനാശ്ശേരി, ഒരു കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടിയും ജോജമ്മന് ജോലി കിട്ടുന്നതിന് വേണ്ടിയും വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്മിത മോൾ, കൊച്ചുപ്ലാക്കൽ, എന്നും അമ്മയോടൊപ്പമായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ചേട്ടൻ്റെ അസുഖം പൂർണ്ണമായും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷൈലജ അനിൽ, എറണാകുളം, കേസിൻ്റെ കാര്യം ഒത്തുതീർപ്പാക്കി നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോന് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശ്യാമ പുന്നക്കൽ, ശ്യാമയുടെ ഹെർണിയ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെജയുടെ തൈറോയ്ഡ് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിതം നയിക്കുന്നതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിൻ്റെ വീട് തടസ്സം കൂടാതെ നടക്കുന്നതിന് വേണ്ടിയും ബിജുവിൻ്റെ അണ്ണന് ജോലിയിൽ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആനന്ദ് പോൾ, ചുള്ളിക്കൽ, ആനന്ദിനെ ചീത്ത കൂട്ടുകാരിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കോഴ്സ് പഠിക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും നല്ല ബുദ്ധിയും ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടിയും ആനന്ദിൻ്റെ കാലിൻ്റെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിലിന് പഠിത്തത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും നല്ല വിജയത്തോടുകൂടി പാസ്സാകാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് കണ്ണമാലി, ഫ്രാൻസിസിൻ്റെയും ആശ്വര്യയുടെയും ജോലി തടസ്സം മാറുന്നതിന് വേണ്ടിയും സ്വന്തമായി ജോലി അന്വേഷിച്ച് അതിലേക്ക് പോകാനുള്ള മനസ്സ് തോന്നാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനിറ്റ, അലീന, ആഷിഖ്, സാബു, പുന്നശ്ശേരി, അനിറ്റയ്ക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടി ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും എല്ലാവിധ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റീന സ്റ്റീഫൻ, മോന് നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിതിൻ വർഗീസ്, പാമ്പാടി, മകന് കാഴ്ച കുറയുന്നു, അസുഖം സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുശ്ശീലം മാറുന്നതിന് വേണ്ടിയും തലവേദന മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജയേന്ദ്രൻ, കരുനാഗപ്പള്ളി, സോറിയാസിസിന് രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും വീടും വസ്തുവും ഒരുമിച്ച് കമ്പനി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും മകളുടെ നടുവേദന മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോഷി, പാലക്കുഴിയിൽ, ബിസിനസ് പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയും വാഹന വിൽപ്പന നടക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീതി ഡേവിഡ്, പുത്തൻവേലിക്കര, അഖിലിന് PR കിട്ടുന്നതിന് വേണ്ടിയും ഡാൻഡോയ്ക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സാഹിലിൻ്റെ കല്യാണം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുബിൻ കെ ജോസ്, കുളത്തുകുന്നേൽ, കിടപ്പ് രോഗിയായി പപ്പയുടെയും അമ്മയുടെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേരിലുള്ള വീടും സ്ഥലവും വിറ്റ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കും സഹോദരനും ജോബിനും കുടുംബാംഗങ്ങൾക്കും നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമുക്കിതെല്ലാം
മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിലുള്ള കൃപയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് താഴെ കാണുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിലൂടെ കടന്നു പോകാം. ആ കുടുംബങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സംഗീത ജിസ്, പനങ്ങാട്. ജീവിതകാലം മുഴുവൻ മാതാവിനെ പ്രാർത്ഥിക്കാൻ പറ്റണേ. ജോസഫ് അച്ഛൻ്റെ ആരോഗ്യത്തിനു വേണ്ടി. സംഗീതയുടെ ദാമ്പത്യ ജീവിതം സന്തോഷവും സമാധാനവും ആകുന്നതിന് വേണ്ടി. ഭർത്താവ് മാനസാന്തരപ്പെട്ട് ജപമാല പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. കുഞ്ഞുങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി. ആൽഫ്രഡ് ജോൺ, ആലുവ. ആൽഫ്രഡിന് ഒരു കുഞ്ഞ് ലഭിക്കുന്നതിന്, അവൻ്റെ ജോലിയിലെ ടെൻഷൻ മാറുന്നതിന്, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ആഗ്നസ് ഡാനിയ എഡ്വിൻ, തൃശ്ശൂർ. വിവാഹം നടക്കുന്നതിന്, ഫ്രഞ്ച് എക്സാം പാസ്സാകുന്നതിന്, സമാധാനം, വിശ്വാസം എന്നിവയിൽ വളരുന്നതിന് പ്രാർത്ഥിക്കുന്നു.
തങ്കമ്മ ജേക്കബ് വൈപ്പിൻ മകളുടെ മാനസിക അസുഖം മാറുന്നതിന്, വേർപിരിഞ്ഞു കഴിയുന്ന മകളെയും ഭർത്താവിനെയും ഒന്നിച്ച് താമസിക്കുന്നതിനുള്ള കൃപ നൽകുന്നതിന്, മകന് രോഗസൗഖ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസ് ലിസി ഏറ്റുമാനൂർ മാനസാന്തരത്തിനു വേണ്ടി, രമണി കരിക്കക്കോട് കിടപ്പിലായ അർജിൻ മകന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുന്നതിന്, മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്ക് വേണ്ടി, ഭർത്താവിൻ്റെയും എൻ്റെയും അസുഖം മാറുന്നതിന്, ജോർജ് പോൾ ചേരാനെല്ലൂർ ദിൽ പോൾ ബിനു ജോസഫിന് നൽകിയ ഗർഭസ്ഥ ശിശുവിന് അനുഗ്രഹിക്കണം. കടബാധ്യത മാറിക്കിട്ടുന്നതിന്, കാന്തല്ലൂർ, വൈക്കം എന്നീ സ്ഥലങ്ങളിലെ സ്ഥലം വിൽക്കുന്നതിന്, കുടുംബസമാധാനം ലഭിക്കുന്നതിന്, അൻസു അനീഷ് അയർക്കുന്നം പരീക്ഷാ വിജയം, CA കോഴ്സ് വിജയകരമായി പൂർത്തിയാകുന്നതിന്, ഉടമ്പടിയിൽ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അഞ്ചു ജിജോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന്, മരിയയ്ക്കും ലാസറിനെ ഉയർപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ അപ്പയെ തിരികെ തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന്, ഷിലോ ഡേവിസ് അങ്കമാലി ഡെൽന മോള് OET എക്സാം പാസ്സാകുന്നതിനും കണ്ണിൻ്റെ അസുഖം മാറുന്നതിനും വേണ്ടി, ജോയൽ മോൻ നേഴ്സിംഗ് പരീക്ഷയിൽ ജയിക്കാൻ, സ്ഥലം വിൽക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി, അമ്മിണി കാട്ടൂർ വാങ്ങിച്ചു കൊണ്ടുപോയ സ്വർണം തിരികെ ലഭിക്കാൻ, ഐശ്വര്യ കൊല്ലം മെയ് 12 നടക്കുന്ന ഇൻറ്റൻസീവ് ജയിച്ച് ഈ വണക്കമാസത്തിൽ തന്നെ കോൺട്രാക്റ്റ് ലെറ്റർ കിട്ടുന്നതിന്, 2025 ഓഗസ്റ്റിൽ തന്നെ ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകാൻ സാധിക്കുന്നതിന്, അനുഗ്രഹ +2 ഉയർന്ന മാർക്ക് ലഭിച്ച് നല്ല കോഴ്സിന് ചേർന്ന് പഠിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജിബിൻ ബേബി മണ്ണൂർ അപ്പുവിൻ്റെ CBSE റിസൾട്ടിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി, റിയായുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ ഇൻഫെക്ഷൻ വരാതെ കാക്കുന്നതിന് വേണ്ടി, കേരള PSCയിൽ ജോലി ജിജിന് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഗീത വി തിരുവനന്തപുരം. അമ്മേ മാതാവേ, 10ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അതിൽ വെച്ച കാര്യങ്ങൾ, നിയോഗങ്ങൾ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ദൈവത്തിന് പ്രീതികരമാം വിധം ചെയ്യുവാൻ, മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീജ ചൊഴിയക്കോട് വസ്തു വിൽപ്പന എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുന്നതിന്, കടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതിന്, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. മേരി ഷൈനു തൈക്കൽ തൊണ്ടയിലെ സിസ്റ്റ് മാറുന്നതിന്, സ്ഥലം രജിസ്ട്രേഷൻ നടക്കുവാൻ, കുടുംബസമാധാനം, സാമ്പത്തിക ബാധ്യത എന്നിവ മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജിബി ഗോപി ഉദയംപേരൂർ ആഗസ്റ്റ് മാസം തന്നെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകാൻ, മറ്റൊരു സ്ഥാപനത്തിൽ ഈ മാസം തന്നെ ജോലി ലഭിക്കുവാൻ, അനിയൻ BTech പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജിനോ പുതുശ്ശേരി NSLX-RN എക്സാം പാസ്സാകുവാൻ, കടബാധ്യത മാറുവാൻ, ജിഷ ഭാര്യയുടെ ലെഗ് പെയിൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബൈജു കുണ്ടറ അച്ചാച്ചനും അമ്മയ്ക്കും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, ഭർത്താവിൻ്റെ റൂം നല്ലതായി കിട്ടണം, മകൻ ആശിഷിന് കമ്പനിയിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം പ്രാർത്ഥിക്കുന്നു. അജിൻ സാജു കാനഡ
പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവിക ജ്ഞാനം കൊണ്ട് എന്നെ നിറച്ച് അനുഗ്രഹിക്കുന്നതിന്. ഒറിജിനൽ വർക്ക് പെർമിറ്റിനുള്ള തടസ്സം മാറുന്നതിന്. ടെമ്പററി റെസിഡൻസ് വിസ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സിനി സൈജു. കാലിൻ്റെ അലർജി മാറുന്നതിന്. മകൻ്റെ വിദ്യാഭ്യാസ തടസ്സം മാറുന്നതിന്. സഹോദരൻ്റെ വിവാഹ തടസ്സം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജെൻസി അബ്രഹാം മോനിപ്പള്ളി. ജെയ്സൻ്റെ സെക്കൻഡ് വിവാഹം നടക്കുന്നതിന് വേണ്ടി. ജർമ്മനിക്ക് പോകുവാനും B2 ഫസ്റ്റ് ചാൻസിൽ പാസ്സാകുവാനും. ജോസഫിനെയും ജെറാലിനെയും നല്ല ഈശോയുടെ കുഞ്ഞുങ്ങളായി വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർഗ്രറ്റ് മാത്യു. ഭാഗ ഉടമ്പടി നടന്നു കിട്ടാൻ. വീട്ടിലുള്ള എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി. പരിശുദ്ധാത്മാവിനെ സകലർക്കും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സെറിറ്റാബോസ് കൊല്ലം. കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരുടെ എല്ലാ നിയോഗങ്ങളും നിറവേറുവാൻ പ്രാർത്ഥിക്കുന്നു. ഡോണ ഡോൺസൺ മാൾട്ട. യൂറോപ്പിൽ നേഴ്സായി സ്ഥിരം ജോലിയിൽ കിട്ടാൻ, ഫാമിലിയായിട്ട് താമസിക്കാനും അനുഗ്രഹിക്കണമേ. വീട് പണി പൂർത്തിയാകാൻ, ക്രിട്ടിക്കൽ കാർഡ് ആയി നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ, കണ്ണിൻ്റെ അലർജിയും അച്ചാച്ചൻ്റെ രോഗവും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി വിൽസൺ പള്ളിത്തോട്. യൂട്രസിലെ തടിപ്പ് മാറുന്നതിന്, ക്യാൻസർ ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നതിന്, തൊഴിൽ സംരംഭം വിജയിപ്പിച്ച് കടബാധ്യത മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. റോബിൻ പി തോമസ് പത്തനാപുരം. കുടുംബം ഒന്നുചേർന്ന് ഈശോയെ സ്തുതിക്കുവാനും ജീവിക്കുവാനും, എല്ലാവരെയും എല്ലാത്തരം രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന്, എല്ലാ സഹോദരങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അഖില ബെന്നി. ഈ സെപ്റ്റംബറിൽ തന്നെ ജർമ്മനിക്ക് കയറിപ്പോകാൻ സാധിക്കുന്നതിന്, മൂത്ത ചേച്ചിക്ക് നല്ലൊരു ജോലി ശരിയാക്കുന്നതിന്, രണ്ടാമത്തെ സഹോദരിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. മായ തോമസ് സർത്തുങ്കൽ. പരിശുദ്ധാത്മാവിന് കൃപ ലഭിക്കുന്നതിന്. അമ്മയ്ക്ക് സ്തുതി, ദൈവത്തിന് സ്തുതി. തുഷാരം ചങ്ങനാശ്ശേരി. നഷ്ടപ്പെട്ട വീടും സ്ഥലവും ദൈവഹിതമാണെങ്കിൽ വാങ്ങുന്നതിന്. ജോർജ് കുട്ടി കുമ്പസാരിച്ച് ഉടമ്പടിയെടുക്കാൻ. ലോണയുടെ നെക്സ്റ്റ് നീറ്റ് എക്സാമിനെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ബിജി റോയി പന്തളം. റോബിൻ റോയിയുടെ മോൻ്റെ വിവാഹം കാനായിലെ കല്യാണം പോലെ നടക്കുന്നതിന്, കടബാധ്യത മാറുന്നതിന്, റീബിൾ കൊടുത്തിരിക്കുന്ന ജോലി കയറുന്നതിന് അമ്മയെ അനുഗ്രഹിക്കണമേ. റിബിളിൻ്റെ കുടുംബത്തെയും കുഞ്ഞിനെയും നിയാമോളെയും അനുഗ്രഹിക്കുന്നതിന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുന്നതിന് പ്രാർത്ഥിക്കുന്നു. വിനീത നിവിബിൻ അടൂർ. തിരുരക്തത്താലും ദൈവാനുഗ്രഹത്താലും കുടുംബത്തെ ജീവിക്കാൻ അനുഗ്രഹിക്കുന്നതിന്, വണക്കമാസത്തിൽ തന്നെ കടഭാരങ്ങൾ മാറുന്നതിന്, മാതാവിൻ്റെ മെറിറ്റിൽ ഫുൾ A+ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷാജി ഫിലിപ്പ് കോട്ടയം. 25ാം വിവാഹ വാർഷികം. കുടുംബസമാധാനം, വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു. അമീന ചാച്ചപ്പൻ. പരീക്ഷ നന്നായി എഴുതാൻ, കടബാധ്യത മാറുന്നതിന്, സന്തോഷം, സമാധാനം, പുതിയ വീട്ടിൽ താമസിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനിത കൃഷ്ണൻ. PhD അഡ്മിഷൻ പുറത്ത് ലഭിക്കുന്നതിന്, ഭവനം പണി വേഗം പൂർത്തിയാവുന്നതിന്, ശാരീരികമായ വേദനകൾ മാറുന്നതിന്. പ്രിൻസ് ലാസർ. ജോലി സ്ഥിരമായി കിട്ടുന്നതിന്, കുഞ്ഞിനു വേണ്ടി അസുഖം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ മാത്യു.
UK-യിൽ വീട് ലഭിക്കുന്നതിന്, ജോലിസ്ഥലത്തെ പ്രശ്നം മാറുന്നതിന്, മക്കൾ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന്, മക്കൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അമല കലവൂർ. ഓപ്പറേഷൻ ബുദ്ധിമുട്ട് കൂടാതെ നടക്കുവാൻ, കേസ് ജയിച്ച് സ്ഥലം എത്രയും പെട്ടെന്ന് ലഭിക്കാൻ, സ്വന്തമായി ഒരു ഭവനം ലഭിക്കാൻ. ശ്രീഷ്മ RS, തിരുവനന്തപുരം. OET എക്സാം റിസൾട്ട് B ഗ്രേഡ് കിട്ടി പാസ്സാകുവാൻ, ഷിജോയ്ക്ക് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജോവാ, 10ാം ക്ലാസ് ജയിച്ചതിന് നന്ദി. നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന്, മകനെ ഉന്നതിയിലെത്തിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രൻ കണ്ണങ്കര. കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ, രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി ഫ്രാൻസിസ് പെരുമ്പാവൂർ. നീറ്റ് പരീക്ഷയ്ക്ക് യോഗ്യത നേടാൻ പ്രാർത്ഥിക്കുന്നു. വിനു കണ്ണാറ. വിനുവിൻ്റെ അസുഖം മാറുന്നതിന്, നല്ല ജോലി ലഭിക്കുന്നതിന്, അഭിനവിന് നല്ല മാർക്ക് +2 കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബി സന്തോഷ് അർത്തുങ്കൽ. മകൻ്റെ ബ്ലഡ് ക്യാൻസർ മാറി ദീർഘായുസ് ലഭിക്കുന്നതിന്, മകളുടെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന്, കുടുംബത്തിൻ്റെ കടബാധ്യതയ്ക്ക് ഒരു വഴി കാണിച്ചു തരണം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ.
പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ശംസിച്ച പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിരിക്കുമ്പോൾ സെഖേനോട് ശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യാമാതാവിൻ്റെ മേലും സ്ലേഹമാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഡാനിയേജ്, അഞ്ജലി ടോമിക്ക് +1 +2 ക്ലാസ്സിലേക്ക് നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും അമൽ ടോമിക്ക് 2nd സെമസ്റ്റർ BSc എക്സാം ജൂൺ മാസത്തിൽ നടക്കുന്നതിനും വേണ്ടിയും നന്നായി എഴുതുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടിയും ഡാനിക്ക് ശമ്പളം വർദ്ധിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റിറ്റു ഡൊമിനിക് ചങ്ങനാശ്ശേരി, ഇച്ചായന് ശരിയായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിലെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കുന്നതിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് നല്ല വിശുദ്ധിയും വിവേകവും ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അജിത, തിരുവനന്തപുരം, അമ്മേ, സ്ഥലം വിറ്റുപോകാനായി ദീർഘമാനോട് മാധ്യസ്ഥം വഹിക്കണമേ. വിദ്യ ഗൗരി, ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിട്ടാനുള്ള പൈസ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീല ആൻഡ്രൂസ്, കണിക്കൂട്ട്, കുടുംബത്തിൻ്റെ ജപ്തി മാറുന്നതിന് വേണ്ടിയും മുട്ടുവേദന പൂർണ്ണമായും മാറുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അലോൺ ആൽബ്രിഡോ, പള്ളുരുത്തി, വിദ്യാഭ്യാസ തടസ്സം, സ്കൂളിൽ പോകാനുള്ള ഭയം, ദേഷ്യം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജിഷ, കാഞ്ഞിരമറ്റം, നന്ദുവിന് +1 എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും മോളെ പരിശുദ്ധ പ്രാർത്ഥിക്കുന്നു. സൈനികർക്ക് ജാഫർ അജേഷ് പരീക്ഷ ലിവറിൻ്റെ പൂർണ്ണ ില്ല മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജൂണോ രാജു, ജൂണയുടെ എല്ലാ പരീക്ഷകൾക്കും നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുമോൾ, വിദേശത്ത് പോകുന്ന വിസ സബ്മിഷനിൽ എല്ലാ പേപ്പറുകളും ശരിയായി എത്രയും വേഗം വിസ കിട്ടുന്നതിന് വേണ്ടിയും വിദേശത്ത് പോകുവാനും പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് കുരുവേള, പുതുപ്പറമ്പിൽ, കുവൈറ്റിലെ വിസ തടസ്സം നീങ്ങുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഭർത്താവുമായി ഒന്നിച്ച് താമസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൽബിൻ അലോഷ്യസ്, ജോലി നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും അഖിലിന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രാജൻ ശ്രീഹരി, ആലപ്പുഴ, കേസിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്നും ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമെന്നും നല്ല ട്യൂഷൻ നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അനന്തകൃഷ്ണൻ, ശ്രീഹരി, ആലപ്പുഴ, ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്നും സന്തോഷത്തോടെ കഴിയുന്നതിന് വേണ്ടിയും ഭവനം നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നവീൻ, നിഖിൽ, വെട്ടിയടിക്കൽ, വാടക്കൽ, നവീൻ്റെ ഓപ്പറേഷൻ വിജയിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലത, തിരുവില്ല, ശില്പയുടെ ദൈവികത പ്രകാരമുള്ള വിവാഹം നടക്കുന്നതിന് വേണ്ടിയും റിസർച്ച് ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും സ്നേഹയ്ക്ക് ഷുഗർ നോർമലാകുന്നതിന് വേണ്ടിയും ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീച്ചിപ്പോൾ, എറണാകുളം, എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ കുടുംബത്തിന് ഇണങ്ങിയ വരനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകളുടെ USA വിസ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സനിതയായ ശ്രാമ്പിക്കൽ വീട്, കോഴിക്കോട്,
നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും മകൾ SLC പുള്ളോടെ പാസ്സാകുന്നതിന് വേണ്ടിയും അനിയത്തിക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിൻസി മനോജ് കടബാധ്യതകൾ തീരുന്നതിന് വേണ്ടിയും എൻ്റെ ഹൗസിൻ്റെയും ഭർത്താവിൻ്റെയും അസുഖം എൻ്റെ ഹൗസിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും തൊഴിൽ മേഖലയിൽ നല്ല അഭിവൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടെ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആദിയിലെ പോലെ എപ്പോഴും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദിയ കോഴിക്കോട്. 12th ബോർഡ് എക്സാം എല്ലാ വിഷയത്തിനും A+ ലഭിക്കുന്നതിന് മെയ് 18 JEF എക്സാം റാങ്ക് ലിസ്റ്റിൽ വരുന്നതിന് പ്രാർത്ഥിക്കുന്നു. രമ്യ പ്രമോദ് ചങ്ങനാശ്ശേരി. 13 വർഷത്തിനു ശേഷം മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ തന്നതിന് നന്ദി. ആലീസ് അന്ധകാരനഴി. ഡോണാമോളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്നതിന്, കുടുംബസമാധാനം ലഭിക്കുന്നതിന്, കൊടുത്ത പൈസ തിരികെ ലഭിക്കുന്നതിന്. നിതീഷ് കലവൂർ. അമ്മയുടെ ആരോഗ്യ പ്രശ്നം മാറുന്നതിന്, കുടുംബം ആരോഗ്യത്തോടെ കഴിയുന്നതിന്. നിതീഷിൻ്റെയും അനിയത്തിയുടെയും പഠനം നല്ല രീതിയിൽ നടക്കുന്നതിന്, ഉയർന്ന വിജയം ലഭിക്കുന്നതിന്.
അമ്മയ്ക്ക് നല്ല ജോലി ലഭിക്കാൻ, കുടുംബത്തിൽ സമാധാനം എന്നിവ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജീന തോമസ് പുത്തൻപുരയ്ക്കൽ, സൗദിയിൽ MOH ഇൻറ്റൻസീവ് പാസ്സായി പെട്ടെന്ന് പോകുവാൻ, അമ്മയുടെ അസുഖം ഇനി വരാതിരിക്കുവാൻ, ജീനുവിൻ്റെ നേഴ്സിംഗ് അഡ്മിഷൻ ഓക്കെ ആകുവാൻ. രതീഷ് ബാബു, അയൽവാസിയുമുള്ള പ്രശ്നം മാറുന്നതിന്, അതിർത്തി തർക്കം രമ്യതയിൽ പരിഹരിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. അജീഷ്, ജോസഫച്ചന് മാതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകുന്നതിന്, കൃപാസനത്തിലെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വളണ്ടിയേഴ്സിനും അനുഗ്രഹവും കൃപയും ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. അജീഷ്, വണക്കമാസത്തിൽ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ, ഉടമ്പടിയെടുത്ത് എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കാൻ, ഏത് സാഹചര്യം വന്നാലും ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റണം പ്രാർത്ഥിക്കുന്നു. മിനി തോമസ്, കുടുംബ നവീകരണം. റൂബി ദേവി, മക്കളില്ല, ഭവനമില്ല, ജോലിയില്ല, ഭർത്താവിന് നടുവേദന മാറിത്തരണം അമ്മേ മാതാവേ പ്രാർത്ഥിക്കുന്നു. എബി ആൻ്റണി, ചേർത്തല, എബി ആൻ്റണിയുടെ വിവാഹം നടക്കുന്നതിന്, സുകുമാരൻ ഓച്ചിറ, കിട്ടാനുള്ള പൈസ കിട്ടുന്നതിന്, വീട്ടുകാരുടെ രോഗം മാറുന്നതിന്, പഠന പുരോഗതി എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സുപ്രിയ കാട്ടുങ്കൽ, മോൻ്റെ വിദ്യാഭ്യാസം, ലഹരിയിൽ നിന്ന് മോചനം, കുടുംബസമാധാനം പ്രാർത്ഥിക്കുന്നു. അവന്നു, കാന്തി, ആഷ്വിൻ, ബിബിൻ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നതിന്, അബിത്തിന് PR തന്നതിന് 1000 നന്ദി, മക്കൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി. ശാരിക ചെറായി, ഭർത്താവിന് ജോലി, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്, സഹോദരിക്ക് ആവശ്യമുള്ള ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിന്, ഈശോയുടെ മക്കളായി വളരുന്നതിന്. സിമി ആൻ്റണി കാട്ടിപ്പറമ്പ്, ഗോഡ്വിൻ മോൻ്റെ ആത്മശാന്തി, കുടുംബ വിശുദ്ധീകരണം, ജസ്വിൻ്റെ BCA എക്സാം സപ്ലി കൂടാതെ പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. അനു ജെയിംസ് മണ്ണഞ്ചേരി, മോൾക്ക് വിവാഹം നടക്കുന്നതിന്, മോന് ജോലിക്ക്, ഭർത്താവിന് ജോലി കിട്ടുവാൻ. മരിയ മൈക്കിൾ, കുടുംബ വിശുദ്ധീകരണം, ജോലിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് എറണാകുളം, മകളുടെ വിവാഹം ഉടനെ നടക്കാൻ, മക്കളുടെ കടബാധ്യത മാറിക്കിട്ടുന്നതിന്, മകൾക്ക് PhDക്ക് ഫെലോഷിപ്പ് ലഭിക്കാനുള്ള ഇൻറ്റൻസീവ് പാസ്സാകണം, PhD രജിസ്റ്റർ ചെയ്യാനും PhD വിജയകരമായി പൂർത്തിയാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാരിഷ് മണിമല, കാനഡയിൽ ജോലി, കാനഡയിൽ PR വിവാഹം പ്രാർത്ഥിക്കുന്നു. ഷൈജു മൈക്കിൾ പരുമല, മകൻ്റെ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാൻ, മകൻ്റെ മദ്യപാനം മാറിക്കിട്ടുന്നതിന്, മകളുടെ സ്ഥലം മാറ്റം കിട്ടാൻ. ബൈജു ചേർത്തല, മകളുടെ വിദ്യാഭ്യാസം ദൈവകൃപാവരത്താൽ വളരാൻ. ഭാര്യയുടെ ജോലി സ്ഥിരത, ജോലി സ്ഥലത്ത് ശാന്തിയും ശാരീരിക മാനസിക സൗഖ്യവും ലഭിക്കുന്നതിന്. ലില്ലി വർഗീസ് അറയ്ക്കൽ, മകൻ്റെ മദ്യപാനം മാറാൻ, ദൈവകൃപയിൽ വളരാൻ, ഭർത്താവിൻ്റെ വെറുപ്പ്, വൈരാഗ്യം എന്നിവ മാറാൻ, കുഞ്ഞുമക്കൾക്ക് രോഗസൗഖ്യം പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ ഉഴവൂർ, കുടുംബത്തിലെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും, കുടുംബ നവീകരണത്തിന് വേണ്ടി എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഷൈനി, കൊല്ലത്ത് നല്ല ഒരു ഭവനം ലഭിക്കുന്നതിന്, ഞങ്ങളുടെ സ്ഥലം 5 ലക്ഷത്തിൽ കുറയാതെ വിൽക്കുന്നതിന്, ഷൈനിക്കും അച്ചായനും അനുയോജ്യമായ നല്ല ഓഫീസിലേക്ക് സ്ഥലം മാറ്റം, പ്രമോഷൻ എന്നിവ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. വിനീത്,
വയറിൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്നതിന്, കൊച്ചിൻ്റെ ദേഷ്യം മാറുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും, ഭാര്യയുടെ അമ്മയുടെ അസുഖങ്ങൾ മാറുന്നതിന്, ചിന്നു കെ നായർ പത്തനംതിട്ട, മോന് ജോലിയും വിസയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിന് വീടിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മോളുടെ ഫിക്സ് അസുഖം പൂർണ്ണമായി മാറി മരുന്ന് നിർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒസർ UK, സ്പീച്ച് പ്രോബ്ലം മാറിക്കിട്ടുന്നതിന്, കുടുംബത്തെ സംരക്ഷിക്കുന്നതിന്, ആരോഗ്യം ലഭിക്കുന്നതിന്. മിനി വർഗീസ് തൃശ്ശൂർ, മകളുടെ വിവാഹം നടക്കുന്നതിന്, ആങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അനിയത്തിയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേയ ആലപ്പുഴ, അമേയെയും സാലസിനെയും സെലാർവിനെയും സകലവിധ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ, നല്ല ഭാവിക്ക് വേണ്ടി, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീനാമ ജോസഫ് കട്ടപ്പന, മെയ് 31 ജന്മദിനം, നല്ല ആരോഗ്യം. മാളു അമ്മു പരീക്ഷാ വിജയം. പരസ്പരം സ്നേഹിച്ച് വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ. മേരി, മോൾക്ക് ജോലി കിട്ടാൻ, മോൾക്ക് TC കിട്ടാൻ, പരീക്ഷ പാസ്സാകാൻ. സന്തോഷിന് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ലിറ്റി തോംസൺ വൈന്തല, ആൻ്റണിക്ക് UK വിസ ലഭിക്കുന്നതിന്, ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി, വീടിൻ്റെ പണി തടസ്സം കൂടാതെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആർഷ അനിൽ ഓച്ചിറ, ആർഷയ്ക്ക് ആർദ്രയ്ക്ക് പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിന്, സുലഭയുടെ ബിസിനസ് തടസ്സം മാറി കിട്ടുന്നതിന്, ഈ വണക്കമാസത്തിൽ തന്നെ ബിജിക്ക് സാക്ഷ്യം പറയാൻ സാധ്യമാകുന്നതിന്. സബിത റോസ് കാസർഗോഡ്, ഇമാലുവിലിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് സൗഖ്യം ലഭിക്കുന്നതിന്, ജിതിന് TRC കിട്ടുന്നതിന്, എന്നും കുർബാനയ്ക്ക് പോകുവാൻ പറ്റിയ ഒരിടത്ത് ജോലി ലഭിക്കുന്നതിന്. ആസ്ന അരുൺ UK, NMC ഡെക് മൈൻസ് നടത്താൻ പൂർത്തിയാകുവാൻ. NHSൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുള്ള ജോലി ലഭിക്കാൻ. സ്മിത കൊല്ലം, രോഗസൗഖ്യം. മോൻ്റെ ദേഷ്യം മാറാൻ, ഭർത്താവിന് ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടുന്നതിന്. മേഴ്സി അങ്കമാലി, മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി, മകന് ജോലി ലഭിക്കുന്നതിന്, കുടുംബത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മാറുന്നതിന്. ജെയ്സ് ജോസഫ് ചിറയിൽ, ഡേറ്റ് ക്ലിയർ ആകുന്നതിന്, സുഖപ്രസവം നടക്കുന്നതിന്, ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ, IT ഫീൽഡിൽ നല്ലൊരു ജോലി ലഭിക്കാൻ. സിബിന് കാനഡയിൽ ജോലി ലഭിക്കാൻ. കൊല്ലത്തുള്ള വസ്തുവിൻ്റെ ടാക്സ് ശരിയാകുവാൻ, കടബാധ്യത മാറാൻ, ബിസിനസ് മെച്ചപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. അനു അന്ന ഷൈജു, ഔസേബച്ചന് അയർലൻഡിൽ PR ലഭിക്കാൻ, രജിസ്ട്രേഷൻ വേഗം നടക്കാൻ, ന്യൂസിലൻഡിലേക്ക് പോകാൻ, സമാധാനം കിട്ടാൻ. ഫിയ സജി തോപ്പുംപടി, മകൾ ഫിയ B2 എക്സാം പാസ്സാകാൻ, ജർമ്മനിക്ക് പോകാൻ, മകൻ +1 പാസ്സാകുവാനും, ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങാൻ സാധിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജീന വിൽസൺ തൃശ്ശൂർ, വിസ തടസ്സങ്ങളില്ലാതെ അടിച്ചു കിട്ടണം, ഇറ്റലിയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ എത്താൻ സാധിക്കണം, കടബാധ്യത മാറാൻ. ക്രിസ്റ്റൽ സച്ചു, ക്രിസ്റ്റൽ സർജറി വേഗം നടക്കാനും, കുഞ്ഞ് പെട്ടെന്ന് നടക്കാൻ. ഓസ്ട്രേലിയയിൽ പേപ്പേഴ്സ് ശരിയാകാൻ, കുഞ്ഞിൻ്റെ വഴക്ക്, പേടി എന്നിവ മാറുന്നതിന്. പ്രസീത എബി തോട്ടക്കര, കുടുംബസമാധാനം, പരിശുദ്ധാത്മാവിൽ നിറയാൻ, മാനസാന്തരമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. അനന്തു വി പിള്ള, വിദേശത്ത് പോയി ജോലി ചെയ്യാൻ, അനിയന് ഒരു നല്ല ജോലി ശരിയാകാൻ, വീടിൻ്റെ കടബാധ്യത തീരുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഡേവിസ് വിഴിഞ്ഞം, മോളുടെ വിവാഹ തടസ്സം മാറാൻ, PED പരീക്ഷ
പാസ്സാകാൻ, മകൻ്റെ ലഹരി ഉപയോഗം മാറാൻ പ്രാർത്ഥിക്കുന്നു. അഭിജിത്ത് അടൂർ. അഭിജിത്തിന് ജോലി സൗദിയിലാണ്, അവിടെ തന്നെ നിർത്തി തരണം. അൻഷുവിന് ജോലി ലഭിക്കണം. അമ്മയ്ക്ക് അൻഷുവിനെ സ്നേഹിക്കാൻ തോന്നണം, പ്രാർത്ഥിക്കുന്നു. സൈനിവാൻ. മകന് ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് വരുന്നത് എന്നേക്കുമായി മാറ്റിത്തരണം. ഭവനം പണി അനുഗ്രഹിക്കണം. എൻ്റെ സഹോദരന് ജോലി ലഭിക്കണം. ചേച്ചിക്കുട്ടി ജേക്കബ്, തിരുവല്ല. അഹിൽ വിവാഹം നടക്കാൻ, എബിയുടെ അസുഖം മാറാൻ, ചാച്ചൻ്റെയും എൻ്റെയും അസുഖം മാറാൻ, വീട്ടിൽ സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഫിലോമിന ജോസ് ആലുവ. ബ്ലസ്സിമോൾക്ക് സുഖപ്രസവം. ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലാൻ അനുഗ്രഹിക്കണം. ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടത് തിരിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കുന്നു. താര മൈനാഗപ്പള്ളി. എല്ലാ സാമ്പത്തിക ബാധ്യതയും മാറാൻ, മകൻ ഗോപൻ ഭാര്യയും ഒന്നിച്ച് ജീവിക്കുവാൻ, കടബാധ്യത മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ തികുമാറിനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിതിരിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ ദേവരഹസ്യം കാഴ്ചവെക്കുമ്പോൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ജോയൽ ടോമി നല്ലൂർ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജേഷ് വടകര എൻ്റെ KSFE ചിട്ടി കിട്ടണമേ, കുടുംബത്തിൽ രോഗസൗഖ്യവും കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമേ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീലാമ്മ കലവൂർ കടബാധ്യ മാറ്റി തരുന്നതിന് വേണ്ടിയും സ്വന്തമായി ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയും മോളുടെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സീന രജനി മകൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുഞ്ഞിന് ശാരീരികവും മാനസികമായ വളർച്ചയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും ഇളയ മകൾക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെറി സെബാസ്റ്റ്യൻ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സ്ഥിരമായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബി ഹൈജീൻ ലണ്ടൻ അഭിഷേകിൻ്റെ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയും ആകാശിനും അഭിഷേകിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയും കുഞ്ഞുമോളുടെ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷീന ജോസ് തെറ്റായ സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഷീനയുടെ ആത്മബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിവാഹം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആതിര എസ് തിരുവനന്തപുരം വിവാഹ തടസ്സമില്ലാതെ നടക്കുന്നതിന് വേണ്ടിയും ചേച്ചിയുടെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിജിമോൾ കൊല്ലം മകളുടെ രോഗം മാറുന്നതിന് വേണ്ടിയും മകൻ്റെ വിദേശയാത്ര എത്രയും പെട്ടെന്ന് ശരിയാകുന്നതിന് വേണ്ടിയും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിന്ദുമോൾ കൊല്ലം ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയും സ്വന്തമായി ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടിയും മകൻ്റെ വിവാഹം തടസ്സമില്ലാതെ നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നഹൽ അൽവിൻ മാത്യു പപ്പ തിരികെ വരുന്നതിനും ഞങ്ങളെ സ്വീകരിക്കുന്നതിനും അമ്മയ്ക്ക് സ്ഥിരമായ ജോലി ലഭിക്കുന്നതിനും എനിക്ക് നന്നായി പഠിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രജനി മണ്ണിൽ വീട് സ്കാനിങ്ങിൽ ഒന്നും വരുത്തരുതെന്നും അസുഖമെല്ലാം മാറ്റിത്തരണമെന്നും ക്യാൻസർ ഒന്നും കാണരുതെന്നും മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ആർഷ്യ വിജയകുമാർ വാളൻപറമ്പിൽ ഷുഗർ മാറുന്നതിന് വേണ്ടിയും തലവേദന മാറുന്നതിന് വേണ്ടിയും ഡിഗ്രിക്ക് നല്ല മാർക്കിൽ പാസ്സാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സീമ കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്നും ജോലിയിൽ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രജനി രാമേന്ദ്രൻ രജീഷ് ഭവൻ മകൾ ഭാവനയുടെ കോഴ്സ് അനുഗ്രഹമായി പൂർത്തീകരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അസുഖമെല്ലാം മാറുന്നതിന് വേണ്ടിയും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനീഷ് ബാബു പാലക്കാട് വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയും കുഞ്ഞുങ്ങളുടെ പഠനം നന്നായി നടക്കുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേബിൾ ദാസ് പഴിയൂർ ശ്രുതി മോൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും ഒരു കുഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടിയും സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷാലറ്റ് പഴിയൂർ മക്കൾക്ക് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മാത്യൂസ് റാണി പൊഴിക്കൽ വള്ളം വിൽക്കുന്നതിന് വേണ്ടിയും ലോൺ ശരിയാകുന്നതിന് വേണ്ടിയും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൃപാസനത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ ജോസഫ് അച്ഛനെയും അലക്സ് അച്ഛനെയും ജോമോളെയും സണ്ണി സാറിനെയും ജോസഫ് സാറിനെയും സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ കൗൺസിലേഴ്സിനെയും എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഗായക സംഘത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രതിഷ്ഠീകരണം സഭ പഠിച്ച് അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ഉപകാരങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസഫത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കുന്നതിനായും പ്രാർത്ഥിക്കുന്നു. സോഷ്യോ പള്ളിത്തോറുള്ള സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തീരാനും മരിയൻ ഗാർഡൻ്റെ നിർമ്മാണ പ്രവർത്തനവും കഴിയുന്നതും വേഗം തീർച്ചയായും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 5-ാം ദിവസം കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല മാതാവേ മരിയേ, നിർമ്മല പിതാവേ, നിങ്ങളുടെ പദപങ്കജത്തിൽ ഞങ്ങളെ വഞ്ചിതാക്കുന്നിടുന്നേ. നല്ല മാതാവേ മരിയേ, നിർമ്മല പിതാവേ, നിങ്ങളുടെ പദപങ്കജത്തിൽ ഞങ്ങളെ വഞ്ചിതാക്കുന്നിടുന്നേ. ആത്മശരീരങ്ങളായ സ്മരണാദിവശങ്ങളെയും ആയവത്തിൻ പല കർമ്മങ്ങളും പോയതും ഉള്ളതും മേലേതും കണ്ണു തിരിച്ചു കടാക്ഷിച്ചതും
തന്നതു സർവമാകത്തിക്കൊണ്ട് പുണ്യമായുള്ളതു കാത്തവരായി ധന്യരായി ഞങ്ങളെ ആക്കിടുവിൻ. ഞങ്ങളെ കാത്തുവന്ന ദുഷ്ടപാതകരാ ചൈത്താന്മാർ ഞങ്ങളെ കാത്തിടുക. ചത്താലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ആ ദുഷ്ടർ ഞങ്ങളെ കാത്തിടുകേ. ആകർഷം ഞങ്ങളെ ദുഷ്ടരാക്കി ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി പിന്തിന്മാർ ഞങ്ങളെ നാശമാക്കും. അയ്യോ മാതാവേ പിതാവേ അവത്തെ അയ്യായിരം കാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളെ പുത്രനോ ചേർത്തുകൊള്ളുവിൻ. നല്ല മാതാവേ മരിയേ നിർമ്മല യോസേപ്പിതാവേ നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാകുന്നിടുന്നേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. പരിശുദ്ധമയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, മെയ് മാസ വണക്കത്തിൻ്റെ 14-ാം ദിനത്തിലാണ് നമ്മൾ പങ്കുചേരുക. ഈ ദിനത്തിൽ പരിശുദ്ധമ്മയുടെ സവിശേഷമായ പുണ്യങ്ങൾ നാം ധ്യാനിക്കുന്നത് അമ്മ മാതാവും യോസേപ്പ് പിതാവും നസ്രത്തിൽ നിന്നും ബത്ലഹേമിലേക്ക് നടത്തിയ ഏറ്റവും ത്യാഗപൂർണമായ യാത്രയിൽ നേരിട്ട ക്ലേശങ്ങൾ, ബത്ലഹേമിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഓരോ കൂടാരത്തിലും മകനെ പിറക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടം തിരക്കി അമ്മയും യോസേപ്പ് പിതാവും നടക്കുമ്പോൾ അവർക്കേറ്റ അഭിമാനക്ഷതങ്ങൾ. ഈ നിമിഷങ്ങളിലൊക്കെയും മുഴുവൻ ക്ലേശാനുഭവങ്ങളിലും എത്ര കരുതലോടുകൂടി ദൈവാശ്രയത്തോടെ അമ്മ മാതാവും യോസേപ്പ് പിതാവും സഞ്ചരിച്ചു, ജീവിച്ചു, ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ഇതിനെയാണ് ധ്യാനിക്കുവാൻ ഇന്നേ ദിനം നമുക്ക് നൽകിയിരിക്കുന്നത്. എളിമയുള്ള അമ്മ മാതാവ് തൻ്റെ കഷ്ടാനുഭവങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുമ്പോഴും ഒരല്പം പോലും പരിഭവപ്പെടാതെ ദൈവദൂതനോട് കൊടുത്ത അതേ വാക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി എന്നത്, ആ വാക്ക് നിറവേറുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നാം ഈ യാത്രയിലുടനീളം കാണുക. നിറവയറുമായി നസ്രത്ത് നിന്ന് ബത്ലഹേം വരെ ഏതാണ്ട് 145 കിലോമീറ്ററോളം ഒരാഴ്ചയോളമുള്ള സഞ്ചാരമാണ് അമ്മ മാതാവും യോസേപ്പ് പിതാവും നടത്തുന്നത്. ഏറ്റവും ദുർഘടമായ ഒരു സഞ്ചാരപാതയാണത്. കയറ്റിറക്കങ്ങളേറെയുള്ള സഞ്ചാരപാത, വലിയ തണുപ്പുള്ള, പകൽ നല്ല വെയിലുള്ള, ചൂടുള്ള സഞ്ചാരപാത, ഒരു മരുഭൂമി പോലെ കിടക്കുന്ന സഞ്ചാരപാത. അതുകൊണ്ട് തന്നെ തണലില്ലാതെ ദൈവം മാത്രം തണലായി കൂടെയുള്ള ഒരു സഞ്ചാരപാത. ദൈവം മാത്രം രാവിന്
ആ തണുപ്പകറ്റുന്ന ചൂടായി ചേരുന്ന സഞ്ചാരപാത. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശപൂർണമായ ദിവസങ്ങളിലൂടെ അമ്മ മാതാവ് കടന്നു പോകുന്നതിൻ്റെ ചിത്രമാണ് നമുക്ക് കൊണ്ടുവന്ന് തരിക. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ക്ലേശാനുഭവങ്ങളിലൂടെ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ടും അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ നമുക്ക് കാണാനാവും. ക്ലേശാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോടും സഹോദരരോടും സാഹചര്യത്തോടും നമ്മുടെ മനസ്സും മനോഭാവവും എന്താണ്, അതൊന്ന് ചിന്തിക്കുവാനും ദൈവികമായ എളിമയെന്ന പുണ്യം, ദൈവാശ്രയത്വമെന്ന പുണ്യം, അവസാനം എല്ലാം ശുഭകരമാക്കുന്ന ദൈവിക പരിപാലനയിലാണ് ജീവിതമെന്ന യാഥാർത്ഥ്യത്തോടെ മുന്നേറുവാനുള്ള ശക്തിയും കരുത്തുമാണ് ഈ ദിനത്തെ ധ്യാനചിന്ത നമുക്ക് കൈമാറുന്നത്. അച്ഛൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിവരിക, നമ്മുടെ ഉടമ്പടി ജീവിതം എപ്പോഴും അവിചാരിതമായി വരുന്ന വലിയ കഷ്ടനഷ്ടങ്ങളെ സമചിത്തതയോടെ നേരിടുന്ന അനേകം മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്കെപ്പോഴും പങ്കുവച്ചു തരാറുണ്ട്. മേരി തോമസ് എന്ന സഹോദരി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സാക്ഷ്യത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അല്ലലില്ലാതെ ഭാര്യയും ഭർത്താവും വിദേശത്ത് ജോലി ചെയ്ത് 3 മക്കളെ നന്നായി പോറ്റുന്ന ഒരു കുടുംബം. അവിചാരിതമായി ഭർത്താവ് ഭാര്യയെ വിളിച്ച് പറയുന്നു, എൻ്റെ ജോലി സ്ഥലത്ത് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, എനിക്കിനി ജോലിയില്ല, ഇത്ര നാളും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയത് ഇനി നീ ഒറ്റയ്ക്ക് കുടുംബത്തിന് വേണ്ടി തുഴയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്, അതുകൊണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് ഇനി ജോലിയിലോ ആ രാജ്യത്തോ പ്രവേശിക്കുവാൻ സാധിക്കുകയുമില്ല, അതുകൊണ്ട് നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് നീക്കപ്പെടുകയാണ്. മേരി തോമസ് ഉടമ്പടി എടുത്ത ഒരു സഹോദരിയാണ്. അവർ കുടുംബം ഒരുമിച്ച് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുന്നവരുമാണ്. പെട്ടെന്ന് സഹോദരിക്ക് ആകെ വന്ന ചിത്രം അത് അമ്മ മാതാവിൻ്റെ ചിത്രമാണ്. കാരണം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അമ്മയെക്കുറിച്ച് മേരി തോമസിന് ഒരു അനുഭവമുണ്ട്. അമ്മ കൃപാസനത്തിന് വന്നിട്ടില്ല, ഉടമ്പടിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല, ഇങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്ത രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വല്ലാത്തൊരു ഭയാനകമായ ദർശനമാണ് മേരി തോമസിന് ലഭിക്കുന്നത്. കാണുന്നത് ഒരു ചില്ലിൻകൂട് തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി നടന്ന് തൻ്റെ മുൻപേ വരികയാണ്. തൻ്റെ അരികിലേക്ക് ചില്ലിൻകൂട് തകർത്തുകൊണ്ടൊരാൾ വരുന്നു. ഭൂതമെന്ന് കരുതി ഇങ്ങനെ കൈകൊണ്ടുറക്കത്തിൽ മാറിപ്പോയെന്ന് പറഞ്ഞ് ആളിങ്ങനെ കിടന്ന് പരിഭ്രമിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഈ മേരി തോമസ് കൃപാസനത്തിന് വരുന്നത് ഉടമ്പടി എടുക്കുവാൻ ഈ ചാപ്പലിലേക്ക് പ്രത്യക്ഷീകരണ ദേവാലയത്തിലേക്ക് കയറുമ്പോഴുണ്ട് അൾത്താരയിൽ നോക്കുമ്പോൾ അന്ന് കണ്ട അതേ ചില്ലിൻകൂട്, അന്ന് കണ്ട അതേ മാതാവിൻ്റെ അതേ ഒരു തിരുസ്വരൂപം. അപ്പോഴാണ് മേരി തോമസിന് മനസ്സിലായത്, എൻ്റെ അരികിൽ എന്തോ സന്ദേശവുമായി അമ്മ മാതാവ് അടുത്തെത്തിയിട്ട് ഞാനത് കൈകൊണ്ടിങ്ങനെ തട്ടിമാറ്റി കളഞ്ഞല്ലോ എന്ന്. ആ ഒരു ദണ്ണത്തോടു കൂടിയാണ് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ പിന്നീട് പറയും, എനിക്ക് അമ്മ മാതാവ് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയതാണ്, ഞാൻ കൂടെയുണ്ട്. നീ ഒരു പ്രതിസന്ധിയിലേക്ക് പ്രവേശിക്കുകയാണ്, നിന്റെ കഷ്ടദിനങ്ങളിലേക്ക് നീ കടക്കുകയാണ്, ഒറ്റയ്ക്കല്ല, നിന്റെ ഒപ്പം ഞാനുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിക്കുവാനായി ഉടമ്പടി ഞാൻ ഇവിടെ ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ അമ്മയെത്തി എൻ്റെ അരികിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയതാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഭർത്താവ് ഈ സഹോദരിയെ വിളിച്ചിട്ട് ജോലി നഷ്ടപ്പെട്ടുവെന്നും ഇനി എനിക്കുടനെ ആ രാജ്യത്ത് പ്രവേശിക്കുവാനാവില്ലെന്ന് പറയുമ്പോഴും ഒട്ടും അതുകൊണ്ട് പാനിക്കാവാതെ, ആശങ്കപ്പെടാതെ, നഷ്ടധൈര്യമാവാതെ, ദൈവത്തെ ഉപേക്ഷിക്കാതെ ഉടമ്പടി പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു. അമ്മ മാതാവിനോട് പറയുന്നത് ഒന്നേയുള്ളൂ, നിനക്കെല്ലാം അറിയാം, ഞങ്ങളുടെ കുടുംബവും ജീവിതവും കടന്നു പോകുന്ന സാഹചര്യങ്ങളും സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളും മക്കളെ പഠിപ്പിക്കുവാനുള്ള ചിലവുകളും എല്ലാം അമ്മയ്ക്കറിയാം. അതുകൊണ്ട് നിനക്കൊറ്റയ്ക്കാണ് ഇത് കൊണ്ടുപോകേണ്ടതെങ്കിൽ അത് കൂട്ടിമുട്ടത്തില്ല എന്നും അമ്മയ്ക്കറിയാം. അതുകൊണ്ട് എന്താണോ വേണ്ടത് അമ്മ അതെനിക്ക് നിർവഹിച്ചു തരണം. അമ്മയ്ക്ക് മാത്രമേ മുഴുവൻ ഇരുളു വരയ്ക്കുന്ന ഈ ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥയിൽ എനിക്കൊരു വെളിച്ചം പകരുവാൻ സാധിക്കുകയുള്ളൂ. 12 വർഷമായി വിദേശത്ത് നേഴ്സിംഗ് ഇൻചാർജായി സേവനം ചെയ്യുകയാണ് മേരി തോമസ്. പതിവ് പോലെ ജോലിക്ക് ചെന്നു. അന്ന് രാത്രി
പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അമ്മയോട് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഒന്ന് മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അന്ന് മെയിലിൽ ഒരു പ്രത്യേക ഒരു മെയിൽ വന്ന് കിടക്കുന്നത് ശ്രദ്ധിച്ചു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഇൻചാർജുമാർക്ക് ഓവർ ടൈം അനുവദിക്കും. അത് ഫേക്കാണെന്ന് ആദ്യം കരുതി, ആരോ കളിപ്പിക്കുവാൻ ഇട്ടതാണെന്ന് കരുതി. ഇത്ര വർഷം ജോലി ചെയ്തിട്ടും ഓവർ ടൈം ഇല്ലാത്ത, അനുവദിക്കാത്ത ഹോസ്പിറ്റലും കമ്പനിയുമാണ്. അന്ന് രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ ആ മെയിൽ കാണുന്നു: നേഴ്സിംഗ് ഇൻചാർജുമാർക്ക് ഓവർ ടൈം അനുവദിക്കും. അടുത്ത ദിവസം രാവിലെ മേരി തോമസ് ഹോസ്പിറ്റലിൽ വിളിച്ച് HR ചോദിക്കുന്നുണ്ട്: സാർ, ഇന്നലെ ഒരു മെയിൽ വന്നു, ഇങ്ങനെ ഓവർ ടൈം അനുവദിക്കുമെന്ന്, ഉള്ളതാണോ? ഉടനെ തിരിച്ച് ഓഫീസിൽ നിന്ന് മറുപടി കൊടുത്തു: അത് കമ്പനി പോളിസി മാറ്റി, നേഴ്സിംഗ് ഇൻചാർജുമാർക്ക് അത് ഓവർ ടൈം അനുവദിക്കുവാൻ തീരുമാനിച്ചു. എന്താ മേരിക്ക് വല്ല പ്ലാനുമുണ്ടോ? ഉടനെ മേരി പറഞ്ഞു: കമ്പനി പോളിസി വെറുതെ മാറ്റിയതല്ല, അമ്മ മാതാവ് എനിക്ക് വേണ്ടി അത് നിശ്ചയിച്ചു തന്നതാണ്. 2023 ഈ സംഭവം നടക്കുന്നത്. ഈ സാക്ഷ്യം പറയുന്ന 2025 ഈ മെയ് മാസത്തെ ആദ്യത്തെ ആഴ്ച മേരി തോമസ് പറയുന്നുണ്ട്: ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ആ ഓവർ ടൈം ചെയ്തുകൊണ്ട് എൻ്റെ വരുമാനത്തിന് അത് ഏതാണ്ട് ഇരട്ടിക്ക് തുല്യം എത്തിച്ച് എൻ്റെ കുടുംബത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനൊരു കുറവും വരുത്താതെ, എൻ്റെ കുടുംബത്തിന് യാതൊരു ക്ലേശവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ എത്ര സുന്ദരമായി, ഞാൻ പോലും ചിന്തിക്കാത്ത വഴികളിൽ അമ്മ മാതാവ് എനിക്കൊരു പദ്ധതി ഒരുക്കി തന്നു. പ്രിയമുള്ളവരെ, അതിന് മേരി തോമസ് ഒരു കാര്യം കൂടി ചേർത്ത് പറയും: എനിക്ക് ഉള്ള സ്വഭാവം അഹങ്കാരത്തിൻ്റെതാണ്. എനിക്കുള്ള പ്രശ്നം, ഞാൻ ഒത്തിരി പേരുമായി വഴക്കിട്ടിട്ടുണ്ട്. ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ 2 കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു: എന്നെ തന്നെ ഞാൻ എളിമപ്പെടുത്തും. ഞാനിനി ആരോടും വമ്പ് പറഞ്ഞും എനിക്ക് ജോലിയുണ്ട്, നല്ല നിലയുണ്ടെന്ന് കരുതി ആരോടും കലഹിക്കാൻ പോവില്ല, ആരോടും ഞാൻ മുഖം തിരിച്ച് നടക്കില്ല. എനിക്കതുപോലെ വർഷങ്ങളായി ഉള്ളിൽ പിണക്കമുള്ള വ്യക്തികളുണ്ട്, അവരോടും ഞാൻ രമ്യതയിലേക്ക് വരുവാൻ തീരുമാനിക്കുന്നു. അതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഒരിടം അത് കുമ്പസാരക്കൂടല്ലേ. ഒരു നല്ല കുമ്പസാരത്തിലൂടെ എന്നെ തന്നെ വിശദീകരിച്ചാണ് ഉടമ്പടിയെടുത്ത് അന്ന് മുതൽ എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എളിമപ്പെടുത്തുവാൻ, നന്മ ചെയ്യുവാൻ, കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, ആരെയും അകറ്റി നിർത്താതിരിക്കുവാൻ ഞാനൊരു തീരുമാനം എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എടുത്തപ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്ന വലിയൊരു പ്രതിസന്ധിയെ അത് നിഷ്പ്രയാസം മാറ്റിത്തന്ന് സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോയി. ഇത് കാർമേഘങ്ങൾ മുഴുവനും മാറിപ്പോകുന്നതിന് ഉടമ്പടി ജീവിതത്തിൽ നമ്മളോട് ചോദിക്കും: വിശേഷബുദ്ധിയായി നിങ്ങൾ എന്ത് ചെയ്തുവെന്നാണ്. മറ്റൊന്ന്, ആനി എന്ന് പറയുന്ന മകൾ ഇതുപോലെ തന്നെ ഒരു സാക്ഷ്യം പറയും: എൻ്റെ പപ്പ നല്ല അപ്പച്ചനാണ്, അതുകൊണ്ട് ബന്ധുക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് ഈട് വയ്ക്കുവാനായി ലോൺ എടുക്കുന്നതിന് പുരയിടത്തിൻ്റെ ആധാരം കൊടുത്തു. ഇത് ആധാരം കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞ് ബാങ്കിൽ നിന്നും ഒരു നോട്ടീസ് വന്നു. നോട്ടീസ് കണ്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയത്. ഇത് 2,20,00,000 രൂപ തിരികെ അടക്കണം. ബാങ്ക് എടുത്ത വ്യക്തി ബാങ്കിലേക്ക് പണമൊന്നും അടച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വസ്തു അറ്റാച്ച് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര നാളുകൾക്കകം പണം മുഴുവനും അടയ്ക്കുക, ഇല്ലെങ്കിൽ വസ്തു അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് വന്ന നോട്ടീസ്. ഈ നോട്ടീസ് കണ്ടപ്പോഴാണ് ഈ കുടുംബം, അനുവിൻ്റെ അപ്പ അറിയുന്നത് ഇത്ര വലിയ ലോണാണ് തൻ്റെ ആധാരം വെച്ച് ഈ ബന്ധു അല്ലെങ്കിൽ താൻ കൊടുത്ത വ്യക്തി എടുത്തിരിക്കുന്നതെന്ന്. ആകെ തകർന്നു പോയി. എന്താ ചെയ്യുക? ഒന്നും പറയുവാനാവാതെ വിഷമിച്ച് ഇങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ അനു അപ്പയോട് പറയും: നമ്മൾ ഉടമ്പടിയിലല്ലേ, അപ്പയല്ലേ ആദ്യം ഉടമ്പടി എടുത്തത്, ഞാനും ഉടമ്പടിയിലാണല്ലോ. അച്ഛൻ പോലും പറഞ്ഞിരിക്കുന്നത് നടക്കാത്ത കാര്യം മാത്രം എഴുതിയിടാനല്ലേ. ഇതല്ലേ നമുക്കിപ്പോൾ ഒട്ടും നടക്കാത്ത വിഷയമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതിയാണ്. ഇത് മാതാവ് നമുക്ക് വേണ്ടി പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ ഒരുക്കുന്ന പദ്ധതിയാണ്. മാതാവ് ഇത് പരിഹരിക്കുമെന്ന് ഉറപ്പുണ്ട്. എന്നിട്ടൊരു വക്കീലിനെ കാണുന്നു. വക്കീലിനെ വെച്ച് ഈ മകൾ നന്നായി പ്രാർത്ഥിക്കുന്നു. വക്കീൽ കോടതിയിൽ പോകുന്നു. 4 വർഷത്തേക്ക് സ്റ്റേ ഓർഡർ വാങ്ങിക്കിട്ടുന്നു. 2020 ഈ സംഭവം ഉണ്ടാകുന്നത്. 2024 ആയപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു: അടുത്തയാഴ്ച ഞങ്ങൾ ഈ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി വരികയാണ്. വീണ്ടും വീടിനകത്ത് ഒത്തിരി അസ്വസ്ഥതയായി. ഉടനെ ഈ അപ്പനും അമ്മയും കൂടി നേരെ ഓടി കൃപാസനത്തിലെത്തി. നേരെ ഓടി ഇവിടെ എത്തി ഇതിൻ്റെ ജപ്തിയുടെ നോട്ടീസ്
അച്ഛനെ കാണിക്കുവാൻ വേണ്ടിയാണ് ഓടിയെത്തിയത്. അച്ഛൻ ആ ഉടമ്പടി പുതുക്കിയതൊക്കെ നോക്കിയിട്ട് ഈ നോട്ടീസുമായി മാതാവിൻ്റെ അരികിൽ പോയി. അവിടെ അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ അരികിൽ വന്നു. ഈശോയുടെ കുരിശുരൂപത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. നേരെ തിരികെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, സാക്ഷ്യം പറയാൻ വേഗം വന്നോളൂ എന്ന്. ഈ മനുഷ്യൻ വാപൊളിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. 2 കോടി ഏതാണ്ട് ഇപ്പോൾ 3 കോടിക്കടുത്തെത്തി. ഇത്രയും വലിയ തുക എവിടുന്ന് എങ്ങനെ സമ്പാദിച്ചടക്കുമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നു, സാക്ഷ്യം പറയാൻ വേഗം വന്നോളൂവെന്ന്. പിന്നീട് മാറി നിന്ന് കണ്ണീരോടുകൂടി അച്ഛൻ മറ്റുള്ളവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നോക്കി നിന്നു. മാതാവിനോട് പറഞ്ഞു, അച്ഛൻ മാതാവ് പറഞ്ഞതാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യത്തിന് ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന്. തിരികെ പോയി. പിറ്റേ ആഴ്ച ബാങ്കിൽ നിന്നവർ നടപടിക്ക് വന്നു. ഇത്തിരി ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളൊന്ന് പരിശ്രമിക്കട്ടെ. അതുകൊണ്ട് അന്ന് തിരികെ പോയി. ഒരാഴ്ച കൂടി കിട്ടി. അവർ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ 1 കോടി രൂപ അടച്ചാൽ തൽക്കാലത്തേക്ക് ഇത് നീട്ടിവെക്കാം. ബന്ധുക്കൾ എല്ലാവരോടും പറഞ്ഞു, എങ്ങനെയെങ്കിലും സഹായിക്കണം, വീട് പോകാതെ നോക്കണം. ബന്ധുക്കൾ എല്ലാവരും കൂടി ചേർന്ന് 10ഉം 5ഉം 6ഉം 20ഉം ഒക്കെ കൂടെ കൊടുത്ത് 1 കോടി അടച്ച് അല്പ ദിവസത്തേക്ക് ഇത് നീട്ടിയെടുത്തു. നിരന്തരം ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ യാത്ര നടക്കുകയാണ്. ഏതാണ്ട് നസ്രത്തിൽ നിന്ന് ബദ്രഹേമിലേക്ക് ഒരു വെളിച്ചം കാണാതെ നല്ല വെയിലത്ത് നല്ല ഇരുട്ടത്ത് ഇതെങ്ങനെ എത്തിച്ചേരുമെന്ന് നിറവയറുമായി അമ്മ നടന്നതുപോലെ ഒരു വലിയ വിഷയം മുഴുവനും ഉദരത്തിലിട്ടുകൊണ്ട് ഈ കുടുംബം ഇങ്ങനെ നടക്കുകയാണ്. അന്ന് ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തി വന്ന് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഉടമ്പടി പോകുന്ന യാത്ര കാണൂ, അതെന്നും ഉടമ്പടിയിലാണോ അതൊരു ദൂതനെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തിത്തരും? എന്താ നിങ്ങളുടെ പ്രശ്നം? ഉടനെ ഈ അപ്പനും മോളും കൂടെ പറയും, വീട് ജപ്തിയിലാണ്, ഒരാളെ സഹായിച്ചതാണ്, അതിപ്പോൾ കുരിശായി. ഉടനെ അദ്ദേഹം ചോദിച്ചു, ഞാനൊന്ന് വന്ന് കാണുന്നതിന് വിഷയമുണ്ടോ? ഇല്ല, ആർക്കും കാണാം. അങ്ങനെ അടുത്ത ദിവസം ഈ വ്യക്തി വന്ന് കാണുന്നു, പുരയുടെ മൊത്തം കാണുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കെന്താ ഇതിൽ വേണ്ടത്? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, വീട് നഷ്ടപ്പെടരുത്, ചുറ്റുമുള്ള സ്ഥലവും ഇത്തിരി വേണം, ബാക്കി ആരെടുത്താലും കുഴപ്പമില്ല, വീട് പോകാതെ, തറവാടാണ്, പാരമ്പര്യമുള്ളതാണ്, ഒത്തിരി വർഷമായതാണ്, അത് ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ലല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്ത് വില പ്രതീക്ഷിക്കുന്നു? ഉടനെ ഈ അപ്പൻ പറയും, എൻ്റെ മനസ്സിലൊരു വിലയുണ്ട്, പക്ഷേ അതാരോടും പറയുവാൻ എനിക്കിന്ന് നാവില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വില ചേട്ടൻ പറഞ്ഞോളൂ, പറ്റാത്തതാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ. ഉടനെ ആ വന്ന വ്യക്തി ആ നിമിഷം ഒരു വില പറയുന്നു. ഉടനെ അപ്പൻ പറഞ്ഞു, എനിക്ക് പരാതിയില്ല, എനിക്കൊരു വഴി കാണാതിരുന്നപ്പോൾ അമ്മ മാതാവായി ഈ വീട്ടുമുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അമ്മ പറയുന്ന അമ്മയിലൂടെ ലഭിച്ച ഈ വിലയ്ക്ക് എനിക്ക് പരാതിയില്ല, നമുക്കിത് എഗ്രിമെൻ്റ് ആക്കാം. അനു പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ മറ്റ് നൂലാമാലകളൊക്കെ തീർത്ത് എഗ്രിമെൻ്റ് ആക്കി വീടും പുരയിടവും സംരക്ഷിച്ചു. ബാങ്കിലെ കടബാധ്യതകൾ മുഴുവനും മാറി ഒരല്പം പണം മീതി പിടിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു. പ്രിയമുള്ളവരെ, ക്ലേശകാലങ്ങളിൽ അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ വലിയ കൃപകൾ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. കാരണം വിശ്വാസം ഉരച്ചു നോക്കുന്ന നിമിഷങ്ങളിൽ നിന്റെ വിശ്വസ്തതയുടെ വലിപ്പം പ്രധാനപ്പെട്ടതാണ്. നോക്കുക, നസ്രത്തിൽ നിന്ന് ബദ്രഹേമിലേക്ക് നിറവയറുമായി യൗസപിതാവും അമ്മ മാതാവും യാത്ര ചെയ്യുമ്പോൾ രാവും പകലും ഹൃദയത്തിലുള്ളത് ദൈവത്തിൽ നിന്ന് കേട്ട സ്വരവും ദൈവത്തിന് കൊടുത്ത വാക്കും മാത്രമാണ്. ജീവിതത്തിനിടയ്ക്ക് വരുന്ന ഇടർച്ചകളിൽ എൻ്റെ ബന്ധം ഞാൻ ഉലയ്ക്കില്ല, എൻ്റെ ദൈവത്തിൻ്റെ നാമം ഞാൻ മഹത്വപ്പെടുത്തും, അവൻ എനിക്ക് അനുഗ്രഹമായിട്ടുള്ളത് അവസാനം ഒരുക്കിത്തരുമെന്ന പ്രത്യാശയുണ്ട്. ഈ വണക്കമാസത്തിൽ ഈ ദിനം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ക്ലേശകാലത്ത് ദൈവത്തെ വിട്ടുപേക്ഷിച്ച് പോകുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ലോകശക്തികളിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? അതോ മനസ്സ് ശാന്തമാക്കി എൻ്റെ അമ്മ മാതാവ് ഈശോയെ എങ്ങനെയാണോ കാത്തത്, ഈശോയ്ക്ക് വേണ്ടി എങ്ങനെയാണോ ക്ലേശങ്ങൾ ഏറ്റെടുത്തത്, അതേ ദൈവാശ്രയത്വത്തോടു കൂടി എൻ്റെ കഷ്ടകാലം പോകുന്നതിന് വേണ്ടി, മാറുന്നതിന് വേണ്ടി ഈ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു കരുത്തുണ്ടോ? ആ കരുത്തിന് വേണ്ടി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ. പതിനാലാം തീയതി നസ്രസ് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബദ്ലഹം എന്ന നഗരിയിലേക്കുള്ള യാത്ര. ഒന്നാമത്, ദൈവമാതാവും മാർ യോസേപ്പിതാവും രാജകൽപ്പന അനുവർത്തിച്ചത്. രണ്ടാമത്, ഈ യാത്രയിൽ ഇവർ പ്രദർശിപ്പിച്ച പുണ്യം. മൂന്നാമത്, ബദ്ലഹം നഗരിയിൽ ഇവർ അനുഭവിച്ച അപമാനം. ആദ്യം, ദൈവത്തിൻ്റെ ആലോചന വേറെ,
മനുഷ്യൻ്റെ ആലോചന വേറെ. അതുകൊണ്ട് ദൈവനിശ്ചയങ്ങൾക്കും മനുഷ്യനിശ്ചയങ്ങൾക്കും തമ്മിൽ വളരെ അന്തരമുണ്ട്. ആഗുസ്തോസ് ചക്രവർത്തി തൻ്റെ മഹിമയും പ്രതാപവും അറിയിപ്പാനായി സാമ്രാജ്യത്തിലുള്ള സകല പ്രജകളുടെയും കണക്കെടുക്കണമെന്ന് കൽപ്പിച്ചു. എന്നാൽ ഈ കൽപ്പന മൂലം ലോകരക്ഷകൻ ബത്ലഹേം നഗരിയിൽ പിറക്കുമെന്ന ദീർഘദർശനങ്ങൾ നിറവേറണമെന്നായിരുന്നു ദൈവനിശ്ചയം. ദൈവമാതാവും മാർ യോസേപ്പിതാവും രാജകൽപ്പന ദൈവകൽപ്പനയായി സ്വീകരിച്ചുകൊണ്ട് ദീർഘയാത്രയാലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഭയപ്പെടാതെ ഉടൻ തന്നെ ബത്ലഹേമിലേക്ക് പ്രയാണം ചെയ്തു. ദൈവത്തിൽ നിന്നാകുന്ന അധികാരമൊന്നും അതിന് കീഴ്പ്പെടേണ്ടത് അധീനരുടെ കടമയാണെന്നുമുള്ള ബോധം നമുക്കുണ്ടാകുന്നതിന് ദൈവമാതാവിൻ്റെയും മാർ യോസേപ്പിതാവിൻ്റെയും ഈ ദൃഷ്ടാന്തം ഏറെ സഹായിക്കുന്നു. ഈ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അനുസരണമെന്ന പുണ്യം സമ്പാദിപ്പാൻ വലിയ പ്രയാസം തോന്നുന്നത്. രണ്ടാമത്, പരിശുദ്ധ ദൈവമാതാവും മാർ യോസേപ്പിതാവും ചെയ്ത വഴിയാത്രയിൽ അവരെ നാം അനുഗമിച്ച് അവർ കാണിച്ചു തന്ന സന്മാതൃകകൾ കണ്ടുപഠിക്കേണ്ടതാകുന്നു. അവർ ദൈവേഷ്ടം സാധിപ്പാനായി ഇതാ ജാഗ്രതയോടെ നടക്കുന്നു. ദൂരയാത്ര, ദ്രവ്യക്കുറവ്, ദുർഘടവും ആപൽക്കരവുമായ വഴി, കാലസ്ഥിതി ഇതുകൾ മൂലം നേരിട്ട കഷ്ടതകളെല്ലാം ക്ഷമയോടും സന്തോഷത്തോടും കൂടെ സഹിച്ച് ലോകരക്ഷകൻ്റെ ആസന്നമായ പിറവിയെപ്പറ്റി ധ്യാനിച്ച് സന്തോഷചിത്തരായി യാത്ര ചെയ്തു. നാമും മനസ്സിന് വിരോധമായ സംഗതികൾ ചെയ്യുവാൻ കൽപ്പിക്കപ്പെടുമ്പോഴും ഇതുപോലുള്ള മറ്റ് ഘട്ടങ്ങൾ നേരിടുമ്പോഴും പരിശുദ്ധ മറിയവും മാർ യോസേപ്പിതാവും കാണിച്ചു തന്ന ഉത്തമ ദൃഷ്ടാന്തത്തിനൊത്ത പ്രകാരം ജപം, ക്ഷമ, ദൈവതിരുമനസ്സിനോടുള്ള അനുസരണം മുതലായ പുണ്യങ്ങളാൽ നമ്മുടെ പ്രവൃത്തികൾ ക്രമീകരിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്, കഷ്ടപ്പെട്ട യാത്രയുടെ ശേഷം ഈ മഹാത്മാക്കൾ ബത്ലഹേം നഗരിയിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരാലും തള്ളപ്പെടുകയും പാർക്കുന്നതിന് ഒരു വീട് പോലും ലഭിക്കാതെ മൃഗങ്ങൾക്കുള്ള ഒരു തൊഴുത്തിൽ വസിക്കുന്നതിന് നിർബന്ധിതരാവുകയും ചെയ്തു. ഇതത്രേ സകല ലോകങ്ങളുടെയും രാജ്ഞിയുടെ അരമന. ഇതിലെത്രേ പരലോകവും ഭൂലോകവും സൃഷ്ടിച്ചവനും ആകാശമണ്ഡലങ്ങളിൽ സൂര്യനെ മയക്കുന്ന പ്രകാശത്തോടെ വാഴുന്ന കർത്താവുമായിരിക്കുമെന്ന ഈശോമിശിഹായി പിറക്കാൻ തീരുമാനിച്ചത്. അവതരിച്ച ദൈവമേ, പിറവിയിൽ പോലും കഷ്ടപ്പെടുന്നതിന് അങ്ങൊന്ന് തീരുമാനിച്ചായല്ലോ. അങ്ങേ മാതാവിനോടും വളർത്തുപിതാവിനോടും കൂടെ അനുഭവിച്ച നിന്ദകളും ദാരിദ്ര്യവും ദുഃഖങ്ങളും ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് വരുന്ന ഞെരുക്കത്തിലും സങ്കടങ്ങളിലും ക്ഷമ കൂടാതെ ആവലാതിപ്പെടുന്നത് എന്തൊരു ന്യായം! ഹാ മറിയമേ, ഹാ യോസേപ്പിതാവേ, എനിക്ക് സംഭവിക്കുന്ന കഷ്ടതകൾ സസന്തോഷം സഹിപ്പാൻ കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം. വിശുദ്ധ ഗ്രിഗോരിയോസ് മാർപ്പാപ്പ തിരുസഭ ഭരിച്ചു വന്ന കാലത്തിൽ റോമാപുരിയിൽ ഒരു മഹാമാരിയുണ്ടായി. ദിവസം തോറും തുമ്മുമ്പോഴും കോട്ടുവായിടുമ്പോഴും അനേക ജനങ്ങൾ പാപസങ്കീർത്തനമാതിയായ കൂദാശകൾ കൂടാതെ മരിച്ചിരുന്നു. മാർപ്പാപ്പ ആ ഘോരമായ ശിക്ഷ കണ്ട് പൊതുവായി ജപങ്ങളും പ്രാർത്ഥനകളും നടത്തണമെന്ന് ആജ്ഞാപിച്ചു. എന്നാൽ അതുകൊണ്ട് ആ മഹാമാരി നീങ്ങാതെ അനേക ജനങ്ങൾ പിന്നെയും മരിപ്പാനിടയായി. ഇതുമൂലം നഗരവാസികളെല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ആ നഗരിയിലുള്ള വൈദികരെല്ലാവരും കൂടി വിശുദ്ധ ലൂക്ക എവൻഗേലിയോസ്തിനെ എഴുതിയ പരിശുദ്ധ കന്യകയുടെ തിരുപ്പടം മാജോർ എന്ന ദൈവമാതാവിൻ്റെ പള്ളിയിൽ നിന്നെടുത്ത് ഏറ്റവും ആഡംബരത്തോടെ ഒരു പ്രദക്ഷിണം നടത്തണമെന്ന് മാർപ്പാപ്പ വീണ്ടും കൽപ്പിക്കുകയുണ്ടായി. പ്രദക്ഷിണ സമയത്ത് നടന്ന ഒരു അത്ഭുത സംഭവം താഴെ ചേർക്കുന്നു. ദൈവമാതാവിൻ്റെ പടം എഴുന്നള്ളിച്ചു കൊണ്ടുപോയിരുന്ന വൈദികർ ഏതു തെരുവിൽ പ്രവേശിച്ചുവോ അപ്പോൾ തന്നെ അവിടെ നിന്ന് മഹാമാരി വിട്ടുമാറിയിരുന്നു. മാത്രമല്ല, ആ നഗരത്തിൽ തന്നെ അഡ്രിയാൻ എന്ന ഗോപുരത്തിൽ ഒരു ദൈവദൂതൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായി രക്തക്കറ പുരണ്ടിരുന്ന വാൾ ഉറയിലിടുന്നത് ജനങ്ങളെല്ലാവരും കാണുകയും അനേകം ദൈവദൂതന്മാർ
ഇപ്പോൾ തിരുസഭയിൽ നടന്നുവരുന്ന റെജീന ചേളി പരലോകരാജ്ഞി മനോദുഷ്ടി പൂരിക്ക എന്ന ജപം പാടുന്നത് കേൾക്കുകയും തന്മൂലം സന്തോഷചിത്തരാവുകയും ചെയ്തു. അന്നു മുതൽക്ക് വസന്ത നീങ്ങിപ്പോയതിനാൽ മേൽ ചൊല്ലിയ ജപം മാർപ്പാപ്പ കൈക്കൊണ്ട് അതിൻ്റെ അന്തത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുകൂടി ചേർത്ത് ചൊല്ലുന്നതിന് ആജ്ഞാപിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ അനുഭവിക്കുന്ന വ്യാധികളിൽ പിശാചിൻ്റെ സഹായം അന്വേഷിക്കാതെ സ്വർഗീയ രാജ്ഞിയുടെ സഹായം പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ഹാ മറിയമേ, ഹാ മറിയമേ, ഈശോ തൻ്റെ പിതാവിൻ പക്കലും ഈശോ തൻ്റെ പിതാവിൻ പക്കലും നീ നിന്റെ തിരുക്കുമാരനായ ഈശോയുടെ സന്നിധിയിലും നീ നിന്റെ തിരുക്കുമാരനായ ഈശോയുടെ സന്നിധിയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ നിത്യരക്ഷയെപ്പറ്റി എൻ്റെ നിത്യരക്ഷയെപ്പറ്റി എനിക്ക് ശരണം തോന്നുന്നു. ഇന്നു മുതൽ എൻ്റെ മരണം വരെയും നിന്നോടും നിന്റെ തിരുക്കുമാരനോടും ഇടവിടാതെ ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. നിന്നോട് പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ ആത്മാവ് മുറിവേറ്റ് തളർന്നു പോയിരിക്കുന്നു. ഞാൻ അങ്ങേ സങ്കേതം പ്രാപിച്ചിരുന്നെങ്കിൽ പാപത്തിൽ ഉൾപ്പെടാതെയും വരപ്രസാദം നഷ്ടമാകാതെയും ഇരിക്കുമായിരുന്നു. എന്റെ സഹായമേ, എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ജപധ്യാനങ്ങൾ നാൾ തോറും അധികമധികം ഭക്തിയോടും ഉത്സാഹത്തോടും കൂടെ ചെയ്യണമേ. കേൾക്കപ്പെട്ട ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാപികളുടെ സങ്കേതമേ,
തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുകൃത ജപം. ദൈവമാതാവേ, ദൈവമാതാവേ, നിന്റെ കൃപയുടെ തിരുക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ദൈവമാതാവേ, ദൈവമാതാവേ, നിന്റെ കൃപയുള്ള തിരുക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ദൈവമാതാവേ, ദൈവമാതാവേ, നിന്റെ കൃപയുള്ള തിരുക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ മേൽ തിരിക്കണമേ. സൽക്രിയ. ഉത്തരീയ സഭയിൽ പ്രവേശിക്കണം. അതിൽ ചേർന്നവരായാൽ അതിൻ്റെ കടമകൾ ശരിയായി നിറവേറ്റി വരുന്നോ എന്ന് പരിശോധിക്കണം.